സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ച് സൂംബ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സർക്കാർ. സംഘടനകളുടെ എതിർപ്പ് ലഹരിയേക്കാൾ വലിയ വിഷയമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. മതസംഘടനകളുടേത് ആടിനെ പട്ടിയാക്കുന്ന നിലപാടെന്നും ശിവൻകുട്ടി പറഞ്ഞു. ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും വളം നൽകുകയും ചെയ്യും. സ്കൂളിൽ നടത്തുന്നത് ലഘു വ്യായാമമാണ്. സ്കൂളിൽ കുട്ടികൾ യൂണിഫോമിലാണ് ചെയ്യുന്നത്. RTE പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾക്ക് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം. രക്ഷിതാവിന് അതിൽ ചോയ്സ് ഇല്ല. കോണ്ടാക്ട് റൂൾസ് പ്രകാരം വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ അധ്യാപകൻ ബാധ്യത ഉണ്ട്. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. വിഷയത്തിൽ വിദണ്ഡവാദം ഉയർത്തുന്നത് ശരിയല്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. കുട്ടികൾ ഒരുമിച്ച് നൃത്തത്തിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്നത് ആധുനിക കാലത്തിന് യോജിച്ചതില്ല. സമചിത്തമായ സംവാദം വേണം എന്നും MA ബേബി പറഞ്ഞു. മതം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പുറപ്പെടരുത്. അവർക്ക് അഭിപ്രായം പറയാം, ഇതാണ് നല്ലത്, ഇത് മോശമാണ്. പക്ഷേ ഒരു ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിൽ മതം വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നിൽക്കണം. ഓരോ മതത്തിൻ്റെയും സംഘടനകളും സ്ഥാപനങ്ങളും അവർക്ക് തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകാനുള്ള അവകാശമുണ്ട്. അത് പ്രത്യേകം നടത്തണം. പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിന് അനുയോജ്യമായ വിധത്തിലുള്ള വിദ്യാഭ്യാസമായിരിക്കണം ഗവൺമെൻറ് നൽകുന്നത്. നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. 22-ാം നൂറ്റാണ്ടിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാലമാണ്. അപ്പോൾ അത്തരമൊരു കാലത്ത് ഈ സൂംബ കായിക പരിശീലനം പോലുള്ള പരിപാടികൾ തെറ്റാണ്, പാടില്ല എന്നെല്ലാം ഉള്ളത് വലിയ വിദണ്ഡവാദമാണ്. അവർ ആത്മപരിശോധന നടത്തണം. അതേസമയം വിവാദമുണ്ടാക്കുന്നവർക്ക് മാനസിക അല്പത്തരമെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്. കേരളീയ പൊതുസമൂഹം ഇത് തള്ളിക്കളയും. എല്ലാ നൂറ്റാണ്ടിലും പിന്തിരിപ്പന്മാർ ഉണ്ടായിട്ടുണ്ടെന്നും അതിനെല്ലാം പുരോഗമന സമൂഹം തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നും M ശിവപ്രസാദ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഏറെ പ്രതീക്ഷയോടെ പുരോഗമന സ്വഭാവമുള്ള സൂംബ ഡാൻസ് എന്തുകൊണ്ട് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിച്ചുകൂടാ എന്നൊരു ചോദ്യം അത് ചോദ്യമായിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ ചോദ്യത്തെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വളരെ ഗൗരവമായി കണ്ടു. ആ ചോദ്യം അവർ ഏറ്റെടുത്തു. അതിൻ്റെ ഫലമായി എനിക്കൊന്ന് മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്ത് തിരുവനന്തപുരത്ത് വലിയൊരു സൂംബ മാസ് ഡ്രിൽ അവർ നടത്തി. ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ് നമ്മൾ ലഹരിക്കെതിരെ പോരാട്ടം നയിക്കുക എന്നുള്ളതാണ് ചോദ്യം. അവിടെ കേരളം ഒരു മാതൃക സൃഷ്ടിക്കുകയാണ്. ആ മാതൃകയുടെ ഒരു ഭാഗമാണ് ഈ സൂംബ ഡാൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ട പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അത് നിഷ്കരുണം തള്ളിക്കളയേണ്ട പ്രതികരണമാണ്. അത് ഒന്നാമത്തെ കാര്യം. പക്ഷേ ആ പ്രതികരണത്തിൽ നിന്ന് നിൽക്കുന്ന ഒരു അവ്യക്തത, എന്തിനെയാണ് ഇവർ ഭയപ്പെടുന്നത് എന്നുള്ളതാണ്. അവർ ഭയപ്പെടുന്നത് സൂംബ ഡാൻസിനെയാണോ? അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞാൻ മനസ്സിലാക്കുന്നത് അല്പവസ്ത്രധാരികളായ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് സൂംബ ഡാൻസ് ചെയ്യുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം എന്തിനെയാണ് ഭയപ്പെടുന്നത്? അദ്ദേഹം ഭയപ്പെടുന്നത് സൂംബ ഡാൻസിനെയാണോ? മറിച്ച് അദ്ദേഹം ഭയപ്പെടുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നതിനെയാണോ? അതോ മറിച്ച് അദ്ദേഹം ഭയപ്പെടുന്നത് വസ്ത്രം എന്ന് അയാൾ വിശേഷിപ്പിക്കുന്ന വസ്ത്രം ധരിച്ച് കുട്ടികൾ നൃത്തം ചെയ്യുന്നതാണോ? മതമൗലികവാദികൾക്ക് സർക്കാർ കീഴടങ്ങരുതെന്ന് എഴുത്തുകാരൻ MN കാരശ്ശേരി. മുസ്ലിം സംഘടനകളുടേത് തീർത്തും അസംബന്ധമായ പ്രതികരണമെന്നും ന്യൂസ് മലയാളത്തോട് അദ്ദേഹം പ്രതികരിച്ചു. ഇതൊക്കെ എന്ത് അസംബന്ധമാണ് ആലോചിച്ച് നോക്കും. സ്കൂളിലെ കുട്ടികൾ അവർ ഒന്നിച്ച് പഠിക്കുന്നു, ഒന്നിച്ച് കളിക്കുന്നു, ഒന്നിച്ച് ആഹാരം കഴിക്കുന്നു, ഒന്നിച്ച് കുളിക്കുന്നു, ഒന്നിച്ച് ചിരിക്കുന്നു. ഈ കൂട്ടത്തിൽ അവരെ ആൺകുട്ടികളും പെൺകുട്ടികളും ശരീരം ചലിപ്പിച്ചുകൊണ്ട് ഒരു ഏതെങ്കിലും തരത്തിലുള്ള നൃത്തം ചെയ്താൽ എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ മുസ്ലിം മതമൗലികവാദികൾ പറയുന്ന മുഴുവൻ അസംബന്ധമാണ്. എന്താ വെച്ചാൽ ഈ എല്ലാ മതത്തിലും പുരോഹിതന്മാർക്ക് വേണ്ടെന്ന അവരെപ്പോഴും നരകത്തെ പറ്റി പറയുകയും ദൈവത്തെ പറ്റി പേടിപ്പിക്കുകയും സന്തോഷിക്കുന്നത്, കളിക്കുന്നത്, ചിരിക്കുന്നത്, ഓടുന്നത്, ചാടുന്നത് ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അതാണ്. അപ്പൊ ഈ പറഞ്ഞത് കേരള ഗവൺമെന്റിന്റെ ഈ നിലപാടിനോട് ഞാൻ പൂർണ്ണമായി യോജിപ്പാണ്. രതീഷ് വാസുദേവൻ ചേർന്നു. രതീഷ്, മുസ്ലിം സംഘടനകൾ സമസ്ത അടക്കമുള്ള സംഘടനകളാണ് ഈ സൂംബയിൽ ഒരു സദാചാര മസിൽ പിടുത്തം തുടരുന്നത്. ഇതിൽ മറ്റു സംഘടനകളുടെ നിലപാട് എന്താണ്? ഒപ്പം
ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടേത്, കോൺഗ്രസിന്റെ നിലപാട് ഒക്കെ എന്താണ്? ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ രതീഷ്? ലക്ഷ്മി, പുതിയ വിവാദത്തിന് കേരളത്തിൽ ഒരു തുറസ്സുണ്ടായിരിക്കുകയാണ്. കൂടുതൽ വിവാദങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമാവും. കാരണം ഇത് സർക്കാരും ഒരു സമസ്തയും അതുപോലത്തെ ഒരു മുസ്ലിം സംഘടനകളും തമ്മിലുള്ള ഒരു വിവാദമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിലെ MSF ആണ് ഇപ്പോൾ ഇത് ശരിയല്ല, ഏത് തരത്തിലുള്ള ശാസ്ത്രീയതയാണ് സൂംബയിലുള്ളത് എന്നൊക്കെ ചോദ്യം ചോദിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. മറ്റ് ഇതര രാഷ്ട്രീയ സംഘടനകളൊന്നും തന്നെ, പ്രതിപക്ഷ സംഘടനകളൊന്നും തന്നെ വന്നിട്ടില്ല. കോൺഗ്രസ് വന്നിട്ടില്ല. വെൽഫെയർ പാർട്ടി പോലും ഇതിൽ അവരുടെ ഒരു ആശയം പറഞ്ഞിട്ടില്ല, ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും CPM വ്യക്തമാക്കി കഴിഞ്ഞു. CPMൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ ആ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു വിദണ്ഡവാദം ഉന്നയിക്കുന്നത് ശരിയല്ല. നമ്മൾ ജീവിക്കുന്ന നൂറ്റാണ്ട് ഏതാണ്? വലിയ കടന്ന നൂറ്റാണ്ടിലേക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം വാദങ്ങൾ ശരിയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. എന്തായാലും ആ ചർച്ച തുടരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത്. SFIയും നിലപാട് വ്യക്തമാക്കി. ഇത് ഒരു അല്പത്വത്തിൻ്റെ പ്രശ്നമാണ്. കൂടുതൽ വലിയ ധാരണയോട് തന്നെ ഈ വിഷയങ്ങളെ സമീപിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രസ്താവനകൾ പറയുന്ന ആളുകളുടെ മനസ്സിലുള്ളത് എന്ന ചോദ്യമാണ്. ഇതൊക്കെ തന്നെ ഇവിടുത്തെ പൊതുസമൂഹം, പുരോഗമന സമൂഹം തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് SFI. എന്തായാലും ആ നിലപാട് വ്യക്തമാക്കിയ സ്ഥിതിക്ക് വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള ചർച്ചയും വിവാദവും തുടരുമെന്ന് ഉറപ്പാണ് ലക്ഷ്മി. എന്തായാലും നമ്മുടെ പുരോഗമന സമൂഹം ഒരു സൂംബ വിരുദ്ധ നിലപാട് സ്വീകരിക്കില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രത്യാശിക്കാം. കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുടെ, യുവജന സംഘടനകളുടെ ഒക്കെ പ്രതികരണം വരാനിരിക്കുന്നതേ ഉള്ളൂ. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ കോഴിക്കോട് നിന്ന്.